വലിയകുന്ന് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ശുദ്ധിക്രിയകളും ദ്രവ്യകലശവും 2025 ഒക്ടോബർ 31, നവംബർ 1, 2, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നടക്കും. ഇതോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വളാഞ്ചേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വളരെ പുരാതനമായ ഒരു ക്ഷേത്രം, എത്രയോ വർഷങ്ങളായി ഇത്തരത്തിലുള്ള താന്ത്രിക കാര്യങ്ങളൊന്നും നടക്കാത്ത ഒരു ക്ഷേത്രം. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് വളരെ കാലത്തിന് ശേഷം നടക്കുന്ന ഒരു വലിയ അനുഷ്ഠാനമാണ് ദ്രവ്യകലശം എന്ന് പറയാം. അതോടൊപ്പം തന്നെ സനാതനധർമ്മത്തിൻ്റെ സന്യാസി ശ്രേഷ്ഠന്മാരായിട്ടുള്ള തൃശ്ശൂർ ബ്രഹ്മസമ്മടത്തിനെ പ്രതിനിധീകരിക്കുന്ന 2 സന്യാസിവര്യന്മാർക്ക് സ്വീകരണം നൽകുന്ന, അവരുടെ അനുഗ്രഹം പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭം കൂടി ഇതിനോടൊപ്പം ഉണ്ട്. ബ്രഹ്മകലശം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. ഈ ഭൂമണ്ഡലത്തിലുള്ള എല്ലാവിധ ജീവാംശങ്ങളെയും താന്ത്രിക രൂപത്തിൽ ചുരുക്കിക്കൊണ്ടുവന്ന് കലശത്തിൽ നിറച്ച് ഭഗവാന്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നതിനുള്ള ബ്രഹ്മകലശത്തിൻ്റെ പൂജ പ്രഭാതത്തിൽ നടക്കുന്നു. അതിനോടനുബന്ധമായി തന്നെ 108 പരികലശങ്ങൾ ഇതോടൊപ്പം പൂജിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ പ്രഭാതത്തിൽ 7 മണിയോടുകൂടി പരികലശാഭിഷേകങ്ങൾ നടക്കുന്നു. തുടർന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ബ്രഹ്മകലശം വാദ്യഘോഷങ്ങളോടെ എഴുന്നള്ളിച്ച് ദേവന് സമർപ്പിക്കുന്ന മംഗളമുഹൂർത്തത്തോടെയാണ് ഈ കലശങ്ങളുടെ താന്ത്രികമായ കാര്യങ്ങൾ നടക്കുന്നത്. തുലാം 14, 15, 16 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ തന്ത്രിവര്യൻ ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറേടത്ത് മനക്കൽ ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ശുദ്ധിയോടുകൂടിയ ദ്രവ്യകലശം നടക്കും. താന്ത്രിക ചടങ്ങുകളുടെ ഭാഗമായി സുകൃതഹോമം, വാസ്തുബലി, ബിംബശുദ്ധി, പരികലശ പൂജ, ബ്രഹ്മകലശ പൂജ, കലശ പ്രദക്ഷിണം, വലിയ പാണി എന്നിവ നടക്കും. ഇതോടനുബന്ധിച്ച് 2025 ഒക്ടോബർ 31 വെള്ളിയാഴ്ച കാലത്ത് 9 മണിക്ക് സന്യാസി ശ്രേഷ്ഠൻ പൂജനീയ തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ ശ്രീമദ് വാസുദേവാനന്ദ ബ്രഹ്മാനുഭൂതിയും നടുവിൽ മഠം ഇളമുറ സ്വാമിയാർ ശ്രീമദ് പാർത്ഥസാരഥി ഭാരതി സ്വാമിയാരും ക്ഷേത്രത്തിൽ സമാദരിച്ച് പുഷ്പാഞ്ജലി ചെയ്ത് ഭിക്ഷയോടുകൂടി വെച്ച് നമസ്കാരവും നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറടത്ത് ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട്, ഊരാളൻ കാലടി മനക്കൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ സെക്രട്ടറി KT സ്വാമിദാസ്, ജോയിന്റ് സെക്രട്ടറി P ജനാർദ്ദനൻ, ട്രഷറർ P സുരേഷ് എന്നിവർ പങ്കെടുത്തു.